ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഫാത്തീസ് വേൾഡ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് 12 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ 12ാമത്തെ ദിവസം, അതായത് ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഫ്രൈഡേയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓടിച്ചു നോക്കിയാലോ. അപ്പൊ ആസ് യൂഷ്വൽ ഫ്രൈഡേയിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലേ. ഒന്ന് ക്യാപ്റ്റൻസിയിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും, ഒന്ന് ജയിൽ നോമിനേഷൻ ആയിരിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നലെ നടന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പണിപ്പുരയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഈ വീക്കിലെ 2ാമത്തെ അവസരമായിരുന്നു ഇന്നലെ. അതായത് കഴിഞ്ഞ അവസരം നമുക്കറിയായിരുന്നു, ഒരു റാങ്കിങ് ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 1 മണിക്കൂറിനുള്ളിൽ ഓരോരുത്തരുടെയും റാങ്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പണിപ്പുരയിൽ പോകാനായിരുന്നു അവർക്ക് അവസരം നൽകിയത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കണ്ടസ്റ്റൻസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് കാരണങ്ങൾ കൊണ്ട് അവർക്കത് റാങ്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർക്ക് പണിപ്പുരയിൽ കയറാനുള്ള ചാൻസ് നഷ്ടമാകുകയുണ്ടായി. അപ്പോൾ ഈ വീക്കിലെ 2ാമത്തെ പണിപ്പുരയിലേക്ക് കയറാനുള്ള ചാൻസ് ആയിരുന്നു ഇന്നലെ. അപ്പൊ അതില് അവർക്ക് നമ്മുടെ ഒനിയിലും സരിക കെബിയും ഓൾറെഡി പുറത്തു പോയിരിക്കുന്നത് കൊണ്ട്, അതായത് ടെമ്പററിലി പുറത്തു പോയിരിക്കുന്നുണ്ട്. അവര് കൊടുത്ത 1000 പോയിന്റ് ഉൾപ്പെടെ 3000 പോയിന്റ്സിന് പണിപ്പുരയിൽ നിന്ന് അവർക്ക് സാധനം എടുക്കായിരുന്നു. അപ്പൊ 2 റൗണ്ടായിട്ടാണ് നടന്നത്. ആദ്യം ഒരു 5 പേരും 2ാമത്തെ റൗണ്ടിൽ 10 പേരുമായിരുന്നു പണിപ്പുരയിൽ കയറിയത്. അപ്പൊ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളും പലരുടെയും ഡ്രസ്സുകൾ അവർക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പല ലക്ഷറി ഫുഡ്സ് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടാസ്ക് അവർ വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നോമിനേഷൻ ആസ് എ ഗെയിമർ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് തന്നെ അറിയാം, ആര്യനാണ്. കാരണം വന്നതിന് ശേഷം ഇതുവരെ അവനവന്റെ സ്റ്റാർ ബാഡ്ജ് നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പം ആര്യനുണ്ട്. ആസ് എ ഗെയിമർ ആര്യനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഭിലാഷിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജിസൈലിനെയുമായിരുന്നു ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് തെരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ അത് കൂടാതെ ഒരു ഫണ്ണി ആയിട്ട് നമ്മുടെ ഷാനവാസ് ആണെങ്കിൽ നെവിനെ ഒന്ന് ഷാനവാസിന്റെ ഒരു നോമിനേഷൻ നെവിൻ ആയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ കൂളായിട്ട് കളിച്ചു ചിരിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരാളാണ് നെവിൻ. ഒരു ക്യാപ്റ്റൻ എന്താണ്, ക്യാപ്റ്റന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കണം. ഒരു ഹൗസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നെവിൻ പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസ് നെവിനെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നത് അഭിലാഷും ആര്യനും ജിസയിലും ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആരാണ് ക്യാപ്റ്റൻ ആകാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും, ജയിൽ നോമിനേഷൻ ആയിരിക്കും. അപ്പൊ ജയിൽ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് രേണു, കലാഭവൻ സരിക, നെവിൻ, ജിസൈൽ അല്ല, അനുമോളായിരുന്നു. അപ്പൊ കലാഭവൻ സരികയ്ക്കും അനുമോൾക്കും സെയിം വോട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കലാഭവൻ സരികയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അവര് 3 പേരാണ് ജയിലിലേക്ക് പോകുന്നത്. ഇത് കൂടാതെ ഇന്നലെ അവിടെ മെയിൻ ആയിട്ട് പ്രശ്നം നടന്നത് നമ്മുടെ അനുമോളും ജിസയിലും തമ്മിൽ തന്നെ ആയിരുന്നു. കാരണം അനുമോളും ജിസയിലും തമ്മിലുള്ള ഇഷ്യൂസ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ജിസയിലിന്റെ മേക്കപ്പ് ഐറ്റംസിന്റെ സെർച്ചിലാണ് അനുമോൾ ഇപ്പൊ നടക്കുന്നത്. ജിസേലിന്റെ ബാഗിലും ജിസേലിന്റെ ബെഡിലും ഒക്കെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അനുമോൾ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ എന്തോ ഫുഡ് എടുക്കാൻ വേണ്ടി അനുമോൾ കിച്ചണിലേക്ക് വന്ന സമയത്ത് ജിസേൽ അനുമോളെ കള്ളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ജിസേലിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. വളരെ ചുരുക്കം ഗേൾസ് മാത്രമാണ് അനുമോളുടെ കൂടെ ഇപ്പൊ ഉള്ളത്. ബാക്കി എല്ലാവരും ഇൻക്ലൂഡിങ് ബോയ്സ് ജിസേലിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അനുമോൾ ഇന്നലെ ആകെപ്പാടെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും ജിസേൽ പോയി ഒരു സോറി പറയാനോ കള്ളിന്ന് വിളിച്ചതിൽ തെറ്റുണ്ട് എന്നൊന്നും പറഞ്ഞു കേട്ടില്ല. അനുമോൾ കരയുന്നത് ജിസേൽ മൈൻഡ് ചെയ്തില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൂടാതെ ജയിൽ നോമിനേഷൻ നടന്ന സമയത്ത് നമ്മുടെ ജിസയിലാണെങ്കിൽ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തത്. കാരണം പറയാനുണ്ടായത്, കുളിക്കാൻ കൊണ്ടുപോയ ഒരു ക്രീം, എന്തോ ഒരു മോയ്സ്ചറൈസർ, ബോഡി വാഷ്, സംതിങ് അങ്ങനെ എന്തോ ഒരു സാധനം, ജിസേലിന്റെ സാധനം അനുമോൾ എടുത്തോണ്ട് പോയി എന്നാണ് ജിസേൽ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഷാനവാസ് അവിടെ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് അലൗഡ് അല്ലായിരുന്നു, നിങ്ങളത് ആര്യന്റെ നിന്ന് കട്ടെടുത്തോണ്ട് പോയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ ജയിൽ നോമിനേഷന്റെ ഇടയ്ക്ക് ഷാനവാസും ജിസയിലും തമ്മിലൊരു ചെറിയ ഇഷ്യൂ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജയിലിലേക്ക് പോയ ആൾക്കാരുണ്ടല്ലോ, നെവിനും രേണു ആയിരുന്നു ജയിലിനുള്ളിൽ നിൽക്കേണ്ടത്. കലാഭവൻ സരിക പുറത്താണ് നിൽക്കേണ്ടത്. അവർക്കൊരു ടാസ്ക് കൊടുത്തു. അത് അച്ചാർ ഇടുന്ന ടാസ്ക് ആയിരുന്നു കേട്ടോ. നെല്ലിക്ക അച്ചാറും നാരങ്ങ അച്ചാറും അത് അവർ വളരെ ഗംഭീരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇന്നലെ അവർക്കൊരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ മൈജിയുടെ. അത് വളരെ ഗംഭീരമായിട്ട് ഒരു പാട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡാൻസ്
വെച്ചിട്ടായിരുന്നു കളിക്കേണ്ടത്. അവർ വളരെ നല്ല ഗംഭീരമായിട്ട് 2 ടീമുകളായിട്ട് തിരിച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നലെ മെയിൻ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് വീക്കെൻഡ് ആണ്, സാറ്റർഡേ ആണ്, നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ആരെങ്കിലും ഇന്ന് പുറത്തു പോകുമോ, ആർക്കൊക്കെ വാണിംഗ് കിട്ടും എന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.